വെൽക്കം 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 എപ്പിക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പരന്നു കിടക്കുന്ന മലമേടുകൾ, മഞ്ഞു പുതച്ച വഴികൾ, ഒപ്പം കോടമഞ്ഞ് വാരി വിതറുന്ന സുഖകരമായ തണുപ്പും കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ വിസ്മയിപ്പിക്കുന്ന ഇല്ലിക്കക്കല്ലിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. മഞ്ഞുള്ള സമയത്താണ് ഇല്ലിക്കക്കല്ലിൽ വരേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലേ ആ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ പോയപ്പം മഞ്ഞും അതുപോലെ തണുപ്പും ഒന്നുമില്ലായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെയിലത്ത് നമ്മൾ വാടി ഒരു ഉഴുത്തത്തിലാണ് നമ്മൾ ആ ഇല്ലിക്കക്കല്ലൊക്കെ കയറിയിട്ടൊക്കെ പോകുന്നത്. അതിമനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട് ഇല്ലിക്കക്കല്ല് പോകുന്ന വഴിക്ക്. അപ്പം നമ്മൾ ഇല്ലിക്കക്കല്ല് യാത്രയുടെ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും സമയം കിട്ടുമ്പോൾ അതൊക്കെ കയറി കാണുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇനിയും ഇതുപോലെ അകലങ്ങളിലേക്ക് പോയി വീഡിയോ പിടിക്കാൻ തോന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഇല്ലിക്കക്കൽ മല. മീനച്ചിലാറിൻ്റെ ഉത്ഭവസ്ഥാനമായ ഈ കൊടുമുടി ഈരാറ്റുപേട്ടയ്ക്കടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രവേശനാനുമതി രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5:30 വരെയൊക്കെയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വന്നു പോകാൻ ശ്രദ്ധിക്കണം. ഞങ്ങൾ മേളോട്ട് പോയത് ജീപ്പിലാണ്, പാസ്സൊക്കെ എടുത്തതിന് ശേഷമേ. അപ്പോൾ തിരിച്ചിങ്ങോട്ട് ഞങ്ങൾ ജീപ്പ് നോക്കി നിന്നില്ല, പെട്ടെന്ന് ഇങ്ങനെ നടന്നു പോരുകയായിരുന്നു. ഇവിടം വരെ നമ്മുടെ വണ്ടിയൊക്കെ കടത്തി വിടുള്ളൂ. അതിനുശേഷം അവരുടെ ജീപ്പ് സൗകര്യമുണ്ട്. അപ്പോൾ അതിന് വേണം നമുക്ക് മേളോട്ട് പോകാൻ, ഇല്ലെങ്കിൽ നടന്നും പോകാം. നമ്മൾ 2 പേർക്കും കൂടെ ജീപ്പും കൂട്ടിയാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കയറിപ്പോയി അടിച്ചു പൊളിച്ചിട്ട് വരാം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിൽ ഒന്നായ ഇതിന് ഏകദേശം 4000 അടി ഉയരമുണ്ട്. ഓരോ കുന്നുകൾക്കും അതിൻ്റേതായ പ്രത്യേക രൂപമുണ്ട്. ഇതിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം കൂണിനോട് അല്ലെങ്കിൽ കുടയോട് സാമ്യമുള്ള ഒരു പാറ കുടക്കല്ല് എന്നും, തൊട്ടടുത്ത് സർപ്പാകൃതിയിൽ കാണപ്പെടുന്ന പാറ കൂനൻ കല്ല് എന്നും അറിയപ്പെടുന്നു. ഇവയ്ക്കിടയിലായി ഏകദേശം 20 അടിയോളം താഴ്ചയിൽ വലിയൊരു വിടവുണ്ട്. ഈ കല്ലിൽ അരയടി മാത്രം വീതിയുള്ള ഒരു നരകപാലം എന്ന ഒരു ഭാഗവുമുണ്ട്. അതിലേക്ക് നടക്കുന്നത് വളരെ അപകടമാണ്. പണ്ടതിലേക്ക് ആൾക്കാർ നടക്കുമായിരുന്നു. ഇപ്പം മൊത്തം വേലിയൊക്കെ കിട്ടി നല്ല സെറ്റപ്പാക്കി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ആരും അങ്ങോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കുന്നില്ല. അങ്ങോട്ടൊന്നും ഇറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഏത് കുന്നേ കയറിയാലും നമ്മുടെ സേഫ്റ്റി നോക്കി മാത്രം ഇറങ്ങുക. അപ്പം നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ സേഫ്റ്റി മുഖ്യം, ബിഗിലേ. നമ്മൾ ജീപ്പിൻ്റെ പുറകുവശത്തിരുന്നാണ് യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിമനോഹരമായ ഒരുപാട് കുന്നുകളും മലകളും ഒക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഞങ്ങളങ്ങ് മേളിൽ ചെന്നതിന് ശേഷം ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങി മേളോട്ട് പതയൊക്കെ നടന്ന് ഇല്ലിക്കക്കല്ലിൻ്റെ മുകളിലെത്തി. അതിമനോഹരമായ കാഴ്ചയാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും ഒരു ദിവസം ഇല്ലിക്കക്കല്ലൊക്കെ ഒന്ന് വന്ന് നോക്കുക. അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ കണ്ട് നമ്മുടെ മനസ്സിനും കണ്ണിനും എല്ലാം കുളിർമ നൽകി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം. നല്ല മഞ്ഞൊക്കെ ഉള്ളപ്പോഴാണ് ഇവിടുത്തെ ആ വ്യൂ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ കഴിയുക. ഇപ്പം ഞങ്ങൾ പോയപ്പോൾ മഞ്ഞൊന്നും ഇല്ലായിരുന്നു, നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വെയിൽ കാരണം ഞങ്ങൾക്ക് ഒരു രക്ഷയില്ലായിരുന്നു. അധികം സമയമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റിയില്ല വെയിൽ കാരണം. പിന്നെ ഞങ്ങൾ വേഗം ഇങ്ങനെ ഇറങ്ങി പോരുകയായിരുന്നു. ഇടിയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലുള്ള കുന്നുകളിൽ പോകുന്നത് പരമാവധി ഒഴിവാക്കുക. ഈ മലകളിലൊക്കെ ആണല്ലോ കൂടുതലായിട്ടും ഇടിയൊക്കെ നല്ല ശക്തമായി വെട്ടുന്നത്. അതൊക്കെ നമുക്ക് അപകടം ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഇടിയുള്ള സമയത്തൊക്കെ മല കയറാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇങ്ങോട്ടുള്ള യാത്ര ഒഴിവാക്കുക. നമ്മളൊരു കുപ്പിവെള്ളം വാങ്ങിച്ചു. പക്ഷേ ഈ കുപ്പിവെള്ളത്തിൻ്റെ വില എത്രയാണെന്ന് അറിയാമോ? 30 രൂപയാണ്. 30 രൂപ. അതായത് മണ്ടയിൽ പ്ലാസ്റ്റിക് ഇടല്ലെന്നുള്ള നിർദ്ദേശത്തോടു കൂടി ഈ കുപ്പി നമ്മൾ തിരിച്ചു കൊണ്ടു കൊടുക്കുമ്പോൾ 10 രൂപ നമുക്ക് തിരിച്ച് കിട്ടും.
ഗായ്സ്, രാമക്കൽ മേട് വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു മേട് ഇതാദ്യമായിട്ടാണ്. കൊടൈക്കനാലിലെ പില്ലർ റോക്സിനോട് സാദൃശ്യമുള്ളതാണ് ഈ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി. എന്നെ സീൻ മോനെ, ഞാൻ വഴി മാറിപ്പോയി. ഗായ്സ്, ഞാനും കോസ്മോസൻ 2 വഴിയാണ് കയറുന്നത്. എന്താ അല്ലേ പ്രകൃതി ഭംഗി. ഞാൻ അപ്പോഴേ കോസ്മോസിനോട് പറഞ്ഞ ആ ഇലവഴപ്പൂഞ്ചേറായി പോയപ്പോഴേ ആ തടാകം കണ്ടിട്ട് തിരിച്ച് ഇല്ലിക്കക്കല്ലിലേക്ക് പോരാന്ന് ആ മഹാഭാവി പറഞ്ഞു. അവിടെ ഭയങ്കര വ്യൂ ഉണ്ട്, അതിൻ്റെ മണ്ടയിൽ ആ തടാകം എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് തടാകം അവിടെ അല്ലായിരുന്നു. എൻ്റെ അമ്മേ, അല്ല ഇതുവഴി എങ്ങനെ കയറും? ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നാണല്ലോ. ഉണ്ടല്ലോ ഡോറ ഡോറ ഡോറയുടെ പ്രയാണം. എൻ്റെ അമ്മോ, തലയറിയും. ഗായ്സ്, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള മലകളിലൊക്കെ കയറാൻ പറഞ്ഞു. ഇതുപോലുള്ള മലകളും കുന്നുകളും ഒക്കെ കയറുമ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ആകെ ക്ഷീണിച്ചു പോകും. ഇവിടെ നിന്ന് സൂര്യാസ്തമയമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ 5:30 വരെയുള്ള ടൈമിൽ സൂര്യൻ അസ്തമിച്ചാൽ മാത്രമേ നമുക്ക് ആ കാഴ്ച കാണാൻ പറ്റുള്ളൂ. അതിമനോഹരമായ ഒരു വ്യൂ പോയിൻ്റ് ആണെങ്കിലും ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ വരുന്നവരൊക്കെ കുടിവെള്ളം മേടിച്ചിട്ട് ആ കുപ്പിയൊക്കെ ഇവിടെ വലിച്ചെറിഞ്ഞിട്ട് പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യാതിരിക്കുക. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഇതുപോലുള്ള വ്യൂ പോയിൻറ്റുകളൊക്കെ ഇതേ ഭംഗിയിൽ തന്നെ നിലനിർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. മേളോട്ടെ കയറുന്ന പോലെ തന്നെ താഴേക്ക് ഇറങ്ങുന്നതും കഠിനമായ ഒരു പരിപാടി തന്നെയാണ്. ഊർന്നങ്ങ് പോവാ, പെട്ടെന്ന് പിന്നെ ഒന്നും നോക്കണ്ട. നമുക്ക് ഈ കുപ്പി തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് കിട്ടാനുള്ള 10 രൂപ വാങ്ങിച്ച് നമുക്ക് പോവാം. 10 രൂപ മേടിക്കണം. അവർക്ക് ഫ്രീ ആയിട്ട് ടോൾ കൊടുക്കാം. ഞാനാണ് ടോൾ കൊടുത്തത്. ഈ ഒരു കുന്നിലേക്ക് കയറാൻ വളരെ എളുപ്പമാണെങ്കിലും കയറുന്നതിനെ കഴിഞ്ഞാൽ പാടെ ഇറങ്ങിപ്പോകാനാണെന്നാണ് എനിക്ക് തോന്നിയത്. ഗായ്സ്, ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ കോസ്മോസ് എനിക്ക് തന്നില്ല. അവനത് മുഴുവൻ കാലിയാക്കി. ഗായ്സ്, മുഖം കഴുകാൻ പോലും വെള്ളമില്ലാതായിപ്പോയി. നല്ല കിടിലൻ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ കിടില സ്പോട്ടുകൾ ഇവിടെ ഒരുപാടുണ്ട്. അങ്ങനെ ഒരു സ്പോട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു വ്യൂ പോയിൻ്റ്. അതിമനോഹരമായ കുന്നുകൾ കിടക്കുന്ന കാഴ്ച കാണാനും ആ ഇല്ലിക്കക്കല്ലിൻ്റെ കാഴ്ച കാണാനും അല്ല എന്താ ഭംഗിയല്ലേ. ഇതിലെങ്ങോട്ടാണെന്ന് തോന്നുന്നത് നരകപാത എന്ന് പറയുന്ന ആ ഒരു പാതയുടെ തുടക്കം. അവിടെ പ്രവേശനം നിരോധിച്ചെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്.
നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര പറയുകയാണ്. അപ്പോൾ നമ്മുടെ കോട്ടയത്തുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്ന് കമൻ്റ് ഇടാൻ മറക്കരുത്. നിങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങളുടെ നേച്ചേഴ്സ് വേൾഡ് വിത്ത് മീ എന്ന് പറയുന്ന ചാനൽ പറഞ്ഞു ഇല്ലിക്കക്കല്ലിൻ്റെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇല്ലിക്കക്കല്ല് എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ നേച്ചറിന് വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം ഇതുപോലുള്ള മനോഹരമായ വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൻ ചവിട്ടി പൊട്ടിക്കുക. ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തിനൊക്കെ ചെയ്യടേ, അങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങൾ ഇനിയും വീഡിയോ എടുക്കാൻ വരുന്നതായിരിക്കും. സന്തോഷസൂചകമാൻ തന്ന ലൈക്കും സ്വീകരിച്ച് ബാലകരലകൾ പോകുന്നു. ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ങോട്ട് ജീപ്പിന് വന്നു. ജീപ്പിന് പോകാനുള്ള ടിക്കറ്റ് ഉണ്ട്, പക്ഷേ നമ്മൾ നടന്ന് ഹെൽത്ത് നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ പരമാവധി ഞങ്ങളെപ്പോലെ നടന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഇല്ലിക്കക്കല്ലിൻ്റെ ഭംഗി ആവോളം ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു.